അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് കുറച്ച് അരി കഴുകിയ വെള്ളം വേണം. 2 പ്രാവശ്യം ഞാൻ അരി കഴുകി എടുത്തിട്ടുണ്ട്. 3ാമത്തെ വെള്ളമാണ് ഇത്. അപ്പം ഇതെന്താ ജസ്റ്റ് ഒന്ന് കഴുകി ഇതുപോലെ ഒന്ന് ഞെരടി കഴുകി എടുക്കുക. ഇതിന്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ പച്ചരി കഴുകിയ വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഈ വെള്ളത്തിൽ നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇട്ട് വയ്ക്കാം. ഈ പുളി ഒന്ന് കുതിർന്ന് വരണം. വലിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരി കഴുകിയ വെള്ളത്തിൽ പുളി കുതിർക്കാൻ വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് വെണ്ടയ്ക്കയാണ്. ഞാനിവിടെ 20 വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. വലിയ വെണ്ടയ്ക്കല്ല, ഒരു മീഡിയം സൈസ് 20 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം 2 അറ്റവും കട്ട് ചെയ്തിട്ട് നീളത്തിൽ വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഓട്ടുരുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ചെറുതായിട്ട് ഉഴുന്നിൻ്റെ നിറം ഒന്ന് മാറണം. മുളകെല്ലാം മൂത്ത് ഉഴുന്നിൻ്റെ നിറമൊക്കെ ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 മതിയേ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. ഒരു 20 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ചെറിയ ഉള്ളി തന്നെ ചേർക്കുക. സവാള ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് വരണം. അപ്പോൾ ചെറിയ ഉള്ളിയെല്ലാം ഇതാ വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ മീഡിയം സൈസ് 2 തക്കാളി അരിഞ്ഞെടുത്തതാണ് ചേർക്കുന്നത്. വലുതാണെങ്കിൽ 1 മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ലാസ്റ്റിൽ പിന്നീട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വെന്തങ്ങ് ഉടഞ്ഞു വരണം. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. ഇപ്പോൾ ഒരുപാട് പൊടി ഐറ്റംസ് ഒന്നുമില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഉള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഒരുപാട് താമസമില്ല. നല്ല ടേസ്റ്റാണ്. ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാം. എല്ലാത്തിലും ഒന്ന് മസാല ആയി കിട്ടണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരി കഴുകിയ വെള്ളത്തിൽ പുളി പിഴിഞ്ഞെടുത്ത് വെച്ചില്ലേ, പുളിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ്. അരി കഴുകിയ വെള്ളം തന്നെ എടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ വേവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മൂടി വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. വഴുവഴുപ്പൊന്നുമില്ല. നല്ല കറക്റ്റായിട്ട് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരി കഴുകിയ വെള്ളം ചേർത്തത് കൊണ്ടാണ് വെണ്ടയ്ക്ക ഇതുപോലെ കിട്ടിയിട്ടുള്ളത്. വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ കട്ടിയുള്ളത് തന്നെ എടുക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീണ്ടും നമുക്ക്
ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ തേങ്ങാപ്പാലിൽ ഇരുന്ന് തന്നെ കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളിത് മൂടി വെച്ചിട്ട് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ പശപ്പൊന്നുമില്ല. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ നമ്മൾ ഇരുന്ന് ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറുമ്പോൾ നല്ലോണം ഡ്രൈ ആവും. ലാസ്റ്റിൽ നമ്മൾ മല്ലിയിലയാണ് ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയോ 1/4 ടീസ്പൂൺ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതെവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള മന്തിയാണിത്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള മന്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, ചോറ് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം വെണ്ടയ്ക്ക വെച്ചിട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്